ഹായ്, ഞാൻ സത്യം വാവാട് വായക്കാ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ സുഹൃത്ത് കുറച്ച് ഭക്ഷണമൊക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുക. അവിടെ വെയിറ്റിങ്ങിലാണ്, റൂമിൻ്റെ കുറച്ച് പുറമാണ്. ഇതൊരു വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ്. ഏതായാലും ഭക്ഷണമൊക്കെ വാങ്ങി തിരിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂട്ടത്തിൽ അഫ്സൽക്കാണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ പോവുക. ഫാദർ റോഡാണിത്. ഫാദർ റോഡിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിലേക്ക് ഒരു 10-15 മിനിറ്റ് കൂടി ഉണ്ട്. റിയാദ് ഫാദർ റോഡ്. അങ്ങ് ദൂരെ കാണുന്ന ആ ബിൽഡിംഗ് ഉണ്ടോ, അതാണ് കിങ്ഡം ടവർ. ഫാദർ റോഡിലൊന്ന് വണ്ടി ഓടിച്ച് പോകണേ കുറച്ച് പാടാണ് എല്ലാ ദിവസവും. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാൻ കൊണ്ട് വളരെ തിരക്ക് കുറവാണ്. ഇപ്പോൾ കുറഞ്ഞ സ്പീഡിലൊക്കെ പോവാം. മറ്റേത് എങ്ങനെ കുറച്ച് നീ എങ്ങനെ പോവുള്ളൂ, അത്രയും തിരക്കായിരിക്കും. ഇപ്പോൾ ഏതായാലും തിരക്ക് കുറവാണ് ഉച്ചയ്ക്ക്. അതുകൊണ്ട് ഇപ്പോൾ 12:30 കഴിഞ്ഞു. അപ്പോൾ റൂമിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റിയാദിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ കാണുന്ന കാഴ്ച തന്നെയാണ്, ദിവസവും കാണുന്നത് തന്നെയാണ്. ഇതിലെ വണ്ടി പോകുന്നവരൊക്കെ കാണും. കിങ്ഡം ടവർ അതൊക്കെ കുറച്ച് വലുതായിട്ട് എടുത്ത് കാണിക്കുന്നത്. പിന്നെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഒന്ന് കാണാമല്ലോ വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഏകദേശമൊക്കെ റൂമിൻ്റെ അടുത്ത് എത്താനായിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. കാരണം സംസാരിക്കുന്നതൊന്നും വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ അതാ റൂമിലെത്തി ലോഡൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സതി കൂടി വന്നിരിക്കുന്നു, നമ്മളൊരു ഫ്രണ്ട്സ് അസ്ലം. ലോഡൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചൂടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് സാധനം. നല്ലോണം ഒതുക്കിയൊക്കെ വെക്കുന്നുണ്ട്. ഇതൊക്കെ തിന്നാനുള്ളത് തന്നെ ഒരുപാടുണ്ട്. അതാ വരുന്ന ഫ്രൂട്ട്സ് അസ്വൽക്കാൻ കൊണ്ടുവരുന്നുണ്ടോ, കെട്ടിക്കണക്കിനാണ് കൊണ്ടുവരുന്നത്. അല്ല, ഒതുക്കിയൊക്കെ വെക്കുന്നുണ്ട്. അതാക്കുന്ന താലായിട്ട് എടുത്ത് നിൽക്കുന്ന അതാണ് ചോറ്. ആട് മന്തിയോ കപ്സേ എന്തൊക്കെയാണ് സാധനം. അതായത് സാധനമൊക്കെ അതൊക്കെ റൂമിൽ എത്തിക്കുന്നു. ഒരു സെറ്റ് കൂടി ഉണ്ട് വണ്ടിയിൽ നിന്ന് എടുക്കാൻ. അതെടുക്കാൻ അത് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ ലാസ്റ്റത്തെ ട്രിപ്പ് അതാ റൂമിലേക്ക് കയറി. അപ്പോഴേക്കും മാഡത്തിൻ്റെ ഒരു വിളി വന്ന്, മാഡത്തിൻ്റെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി ഇതാ ഒന്ന് സർവീസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റത്തെ പണിയും കൂടിയേ ഉള്ളൂ. അവരവിടെ വെയിറ്റിങ്ങിലാണ്. തിന്നാനുള്ളൊരു തിരക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. വണ്ടി ഒന്ന് കേക്ക് തുടച്ച് റൂമിൽ എത്തിയിട്ട് വേണം ഒന്ന് കഴിക്കുക. കാരണം ടൈം ഒരുപാടായി, 2 മണി കഴിഞ്ഞ്. അപ്പോൾ ഏകദേശമൊക്കെ പരിപാടി കഴിഞ്ഞിരിക്കുന്നത് വണ്ടിയിൽ. അവരാണ് അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഈ വണ്ടി ലെക്സസ് ആണ്. അങ്ങനെതാ ഞാൻ റൂമിലെത്തി ഇതാ കിടക്കുന്ന ബെഡിൻ്റെ മുകളിൽ ഇത്രയും സൗകര്യമുള്ളൂ. ഈ ബെഡിൻ്റെ മുകളിൽ നിന്ന് എല്ലാവരും കഴിക്കുകയും ചെയ്യാം. എല്ലാവരും കൂടി എവിടെയൊക്കെ ഇരുന്നൊക്കെ ഒപ്പിച്ചങ്ങനെ കഴിക്കും. ഇത്രയും സൗകര്യങ്ങളുള്ളൂ. ഒരു ബാത്റൂമും ഒരു ബെഡും. ഈ ബെഡിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് കുക്കിങ് കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ അഫ്സൽക്കാർ എത്തിക്കുന്നു. മുപ്പരതാ പൊതിയൊക്കെ കഴിക്കുന്നുണ്ട്. അടിപൊളി ഭക്ഷണമാണ്. ഞങ്ങൾ ഇത് 2-3 ആളാണെന്ന് വിചാരിക്കണ്ട കേട്ടോ, 4-5 ആളുണ്ട് ഇത് കഴിക്കാൻ. നല്ല ആടാണ് സംഭവം. ആടിൻ്റെ മന്തിയോ കപ്സ അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവമാണ്. അതിനുള്ള സലാഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ അഥവാ അതിൻ്റെ ബാക്കി കുറച്ച് സാധനങ്ങൾ, കുറച്ച് മധുര പലഹാരങ്ങളൊക്കെ ഉണ്ട്, അത് കഴിക്കുന്നുണ്ട്. എടുത്തുണ്ട് അവിടുന്ന് പൊടിച്ച് കേക്കുണ്ട്, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഏതായാലും അവൻ കഴിക്കുന്നത് നല്ല തീറ്റ തന്നെ. സൂപ്പറാന്നാ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇതാ രാത്രി കഴിക്കുകയാണ്. ചോറുണ്ട്, അത് വേറെ സൈസാണ്, ചോറും ഇറച്ചിയൊക്കെ. പിന്നെ ബ്രോസ്റ്റഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അൽഫാമുണ്ട്, ഉബൂസ് ഉണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഈ വീഡിയോ ഇവിടെ അവസാനിച്ചു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ഇനിയും വരുന്നതാണ്, കാത്തിരിക്കുക. ഓക്കേ.